13ാം വർഷമാണ് ഈ വരുന്ന ജനുവരിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. 2 വർഷം മുമ്പ് തന്നെ ആദ്യമായി 100% റിസൾട്ട് കിട്ടിയ അന്ന് സ്കൂളിൽ വന്ന് എന്നെ ആദരിച്ച നമ്മുടെ അനീഫ ഹാജിയും മറ്റ് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെയും അനുമോദനവും ആശംസയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. വാടാനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 113 വർഷം പിന്നിട്ടെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ആ 113 വർഷവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും അതിനുവേണ്ടി പ്രവർത്തിച്ച രക്ഷിതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. വളരെ പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത്. എനിക്ക് കുന്നംകുളം സ്കൂളിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ പല സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചു, എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിങ്ങളുടെ നാട്ടിലാണ് വാടാനപ്പള്ളിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ ദുഃഖമുണ്ട് എന്നാണ്. മാഷ് ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതായിരുന്നു എന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മനഃശാസ്ത്ര കാഴ്ചപ്പാടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. കുറ്റപ്പെടുത്തല്ല, 4-5 വർഷമായി PTA പോലും കൂടാത്ത ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് മുന്നേ വന്ന HM-മാരും പ്രിൻസിപ്പൽമാരും രക്ഷിതാക്കളും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആദ്യമായി 5 വർഷം നടക്കാത്ത PTA 2 മാസം കൊണ്ട് ഞാൻ സംഘടിപ്പിച്ചതിലൂടെയാണ് ജനങ്ങളുടെ പിന്തുണ എനിക്ക് കിട്ടിയത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും രാത്രി ക്ലാസ്സുകളും ദീപമാഷ് പറഞ്ഞ പ്രാദേശിക PTA-യും ഞാൻ നടത്തി. PTA യോഗം വിളിക്കുമ്പോൾ പലരും വരാറില്ല. 400 കുട്ടികൾ പഠിക്കുന്ന PTA യോഗത്തിൽ 100 പേരൊക്കെയാണ് വരാറുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരുടെ വീട്ടിലേക്ക് ചെന്നു. 4 കോർണറുകളായി വിദ്യാർത്ഥികളെ തരംതിരിച്ച് അവരുടെ നാട്ടിൽ ചെന്ന് PTA കൂടുന്ന ഒരു പരിപാടി തൃശ്ശൂർ ജില്ലയിൽ ഞാൻ മാത്രമാണ് ചെയ്തത്. അത് ഇപ്പോൾ സംസ്ഥാനത്തും ശ്രദ്ധിക്കപ്പെട്ടു, മറ്റ് സ്കൂളുകളിലും വ്യാപിക്കും. ഞാൻ അതിനൊരു പേരിട്ടു, കോർണർ PTA. വൈകുന്നേരങ്ങളിലാണ് ഞാൻ കുട്ടികളുടെ വീടുകളിൽ ചെന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത്. ഒരു അധ്യാപകൻ തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സ്വന്തം മക്കളായി കാണുകയാണെങ്കിൽ നമ്മുടെ കേരളം മൊത്തം നല്ല വിദ്യാലയമായി മാറും. ഞാൻ അങ്ങനെയാണ് ഓരോ കുട്ടികളെയും കാണുമ്പോൾ എൻ്റെ മകളെ കാണുന്നത് പോലെയാണ് ഞാൻ കാണുന്നത്. അവരൊരിക്കലും ദുഃഖം അനുഭവിക്കരുത്, വിഷമം അനുഭവിക്കരുത്. ഗവൺമെൻറ് സാർവത്രികവും സൗജന്യമായി നൽകുന്ന വിദ്യാഭ്യാസത്തിന് അവർ അർഹരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. ഞാനും ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമായതുകൊണ്ടായിരിക്കാം എനിക്ക് കുട്ടികളോട് അങ്ങനെ ഒരു അടുപ്പം തോന്നാൻ കാരണം. കുട്ടികളൊക്കെ പത്രങ്ങളിൽ വന്ന എൻ്റെ ന്യൂസുകൾ വരെ കട്ട് ചെയ്ത് പുസ്തകത്തിൽ ഒട്ടിച്ച കുട്ടികളെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ കണ്ടു. ഞാൻ എല്ലാ ക്ലാസ്സിലും പോയി അവരുടെ നോട്ട്ബുക്ക് പോലും ചെക്ക് ചെയ്യുന്ന ഒരു പ്രധാന അധ്യാപകനാണ്. അത് ഞാൻ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെയുള്ള കുട്ടികളുമായാണ് എനിക്ക് ഏറ്റവും അടുപ്പം. അതിന് 2ാം സ്ഥാനമാണ് ടീച്ചർമാർക്കുള്ളൂ. ആദ്യം കുട്ടികൾ തന്നെയാണ്. കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടും. നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് IAS പദവി കിട്ടുന്ന തരത്തിലുള്ള ട്രെയിനിങ് നമ്മളെ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നാണ് ഞാൻ ഇന്നലെ നമ്മുടെ അനീഫ ഹാജിയോ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ചർച്ച ചെയ്തത്. എല്ലാവരും BTech എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവും, വിദേശത്ത് പോകും. ഒരു IAS ബിരുദം കിട്ടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രസേവനമാണ് അവരതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കാണ് ഞാൻ ഈ വർഷം മുതൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യവും ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വരുന്നു. കുട്ടികളൊക്കെ അടുത്ത വീടുകളിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ പുറത്തുവിടാൻ തന്നെ നമുക്ക് ഭയമാണ്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രത്യേക സെക്ഷൻ അതിനുവേണ്ടി തീരുമാനിച്ച് വെച്ച് സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ തീരുമാനമായി. ഇതൊന്നും ഒരു വർഗീയ ചിന്ത ആയിട്ട് ആരും കാണരുത്. പെൺകുട്ടികളുടെ സുരക്ഷിതമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികളുടെ നമുക്കറിയാം, മുടി കൃത്യമായി വെട്ടിവരുന്ന വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂള് വാടാനപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളാണ്. നമുക്കറിയില്ലേ, അപ്പോൾ മുടിയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ചുറ്റും ഷേവ് ചെയ്ത് നടക്കുന്ന കുട്ടികളാണ്. പക്ഷേ വാടാനപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികൾ വളരെ നല്ല വൃത്തിയോടുകൂടി വരുന്ന വിദ്യാർത്ഥികളാണ്. തുടക്കത്തിൽ കുറേ എതിർപ്പുണ്ടായെങ്കിലും കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞത് അംഗീകരിച്ച്
വ്യക്തമായ യൂണിഫോമും നല്ല വൃത്തിയുള്ള കുട്ടികളും നല്ല അച്ചടക്കമുള്ള കുട്ടികളുമാണ്. ഒരു ചുമരിൽ പോലും ഒരു ചീത്ത വാക്കുകൾ നമ്മളെ കുട്ടികൾ എഴുതുന്നില്ല എന്നുള്ളതാണ്. ഒരു പൈപ്പ് പോലും അവർ കേടാക്കുന്നില്ല. സമീപത്തെ എല്ലാ സ്കൂളുകളിലും ഇത്തരം അനീതികൾ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ വളരെ അച്ചടക്കമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ രക്ഷിതാക്കൾ അതിൽ അഭിമാനിക്കണം. ഈ ഒരു അച്ചടക്കവും ഒക്കെ ഞാൻ മുതലെടുക്കി നമ്മുടെ കുട്ടികളെ ഐശ്വര്യമായി നല്ല വിദ്യാഭ്യാസം നൽകി ഞാൻ ജയിപ്പിക്കും എന്നാണ് എൻ്റെ പ്രതിജ്ഞ. ഒരു കുട്ടി ഒരു മിനിറ്റ് കൂടി സംസാരിച്ച് നിർത്തുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ് പാസ്സായാൽ 10ാം ക്ലാസ് പാസ്സായത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനടക്കം അങ്ങനെയാണ്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച് വളർന്ന നമ്മൾ 10ാം ക്ലാസ് പാസ്സായത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. തുടർന്ന് പഠിക്കാനുള്ളൊരു മോഹം ഉണ്ടാകുന്നു. പാസ്പോർട്ട് എടുക്കുമ്പോഴും ഡ്രൈവിംഗ് ലൈസൻസിനും ജോലി അന്വേഷിക്കുമ്പോഴൊക്കെ 10ാം ക്ലാസ് പാസ്സാകുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ആ രക്ഷിതാവിൻ്റെ ഒരു സന്തോഷം ഒന്ന് ആലോചിക്കുക. 10ാം ക്ലാസ് പാസ്സായി എന്ന് പറയുമ്പോൾ ആ കുട്ടി പരാജയപ്പെട്ടാൽ ആ മാതാപിതാക്കളുടെ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് പാസ്സാണ്. അതിനുവേണ്ടിയാണ് ഞാൻ തീവ്രമായ രാത്രികാല ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിനൊക്കെ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നെയൊക്കെ പിന്തുണയും സംഭാവനയും രാത്രികാല ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് പാസ് എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യും. രക്ഷിതാക്കൾ എൻ്റെ ഒപ്പമുണ്ട്, PTA ഉണ്ട്, എല്ലാ സംഘടനക്കാരും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സാകണമെന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം. അത് 2 വർഷമായി നടത്തിയപ്പോഴാണ് നമ്മുടെ സ്കൂൾ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ കുട്ടികളുടെ ലഹരി വിരുദ്ധ കാര്യങ്ങൾക്കുള്ള ബോധവൽക്കരണമൊക്കെ നടത്തും. ഇതെല്ലാം കുട്ടികളിലൂടെ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. പുകവലിക്കരുത് എന്ന് കുട്ടികളോട് പറയാം, വലിയവരോട് പറയാൻ പറ്റില്ല. ഇന്ന് പുകവലിക്കുന്നവർ കുറവാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പുകവലിക്കാരായിരുന്നു അന്നധികം. ഇന്നാരും പുകവലിക്കുന്നവരില്ല. 100 പേരിൽ ഒരു 10 പേരെങ്കിലും പുകവലിക്കുന്നവരുള്ളൂ. ആ മാറ്റം വന്നത് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ടാണ്. ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ സ്വഭാവ രൂപീകരണം കൂടി നടത്തി നമ്മുടെ ബോർഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നല്ല കുട്ടികളാണ് എന്ന് ഞാൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. അതിനുവേണ്ടിയാണ് എൻ്റെ ശ്രമം. ആയുസ് പടച്ചവൻ തരികയാണെങ്കിൽ 7 വർഷം കൂടി എനിക്ക് സർവീസ് ഉണ്ട്. ആ 7 വർഷവും ഞാനിവിടെ തുടരണമെന്നാണ് ആഗ്രഹമെന്ന് ഞാൻ ഇന്നലെ നമ്മുടെ ഉസ്താദ്മാരെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് മണത്തല സ്കൂളിൽ ഒഴിവുണ്ട് അടുത്ത വർഷം. എൻ്റെ തൊട്ടടുത്താണ്. അവർ എന്നെ വന്ന് രാത്രികളിലൊക്കെ വന്ന് കാണാറുണ്ട്. കൗൺസിലർമാരെ വിട്ട് എന്നെ കൂടെ അങ്ങോട്ട് വരാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓഫറുകൾ ഉണ്ടായിട്ടും ഞാൻ പറഞ്ഞു എന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രവർത്തനം ചെയ്തത് വാടാനപ്പള്ളി ആയതുകൊണ്ടും സ്നേഹമുള്ള കുട്ടികളുള്ള ഒരു കേന്ദ്രമായതുകൊണ്ടും ഞാൻ തൽക്കാലം അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ തീരുമാനം. അത് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. കുട്ടികൾക്ക് വേണ്ടി മാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, മക്കളെ സ്വന്തം മക്കളായി കാണുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. അതിലൊരു മാറ്റവുമില്ല. അതിനുശേഷമാണ് എൻ്റെ കുടുംബം. 1ാം സ്ഥാനം സ്കൂളിന് തന്നെയാണ്. അതുകൊണ്ടാണ് രാത്രി ക്ലാസ് കഴിഞ്ഞ് 10 മണിക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോകുന്നത്. 2ാം സ്ഥാനമേ ഞാൻ വീടിന് നൽകുന്നുള്ളൂ. വീട്ടുകാർക്ക് അതിനുള്ള ഗുണം പഠിച്ചവൻ നൽകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു വലിയ പിന്തുണയാണ് മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അത് വളരെ സന്തോഷമാണ്. ഇത്തരം പ്രചോദനങ്ങൾ നൽകുകയാണെങ്കിൽ ഇനിയും എനിക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ RCUP സ്കൂളിൽ എനിക്ക് മാഷ്ക്ക് ഒരു ആദരവ് 1 മണിക്കൂർ മുമ്പ് കിട്ടി. ഞങ്ങളിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനിയും എൻ്റെ വരന്തരപ്പള്ളി എന്ന് പറയുന്ന നാട്ടിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരിപാടി നാളെയും മറ്റന്നാളെയൊക്കെ ഉണ്ട്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ക്ഷണിക്കുന്നത്. ഈ പിന്തുണ വെച്ച് ഞാൻ മുന്നോട്ട് പോകും. അതിന് എനിക്ക് ദീർഘായുസ്സും എൻ്റെ സ്റ്റാഫിനും എനിക്കും അതിന് പ്രവർത്തിക്കാനുള്ള കഴിവും അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.